നമ്മുടെ അവസ്ഥ ഇതാണ്. ആ എബ്രായർ 12 പറഞ്ഞിരിക്കുന്ന 5 തൊട്ട് 11 വനത്തില് ആത്മീയ ഗുരുവും പിതാക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം. ഭൗതിക പിതാക്കന്മാർ ഭൂമിയുടെ കാര്യങ്ങളാണ്, ആത്മീയ പിതാക്കൾ ആത്മീയ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ആത്മീയ പിതാക്കൾക്ക് നിങ്ങൾ കീഴ്പ്പെടണമെന്നും അവരോട് കൂടുതൽ ബഹുമാനവും എല്ലാം ചെയ്യുന്നത്. കാര്യം അനേകരിൽ അവർ ഈശ്വരനെ ജനിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ 4:15. അതുകൊണ്ടാണ് ആത്മീയ പിതാക്കന്മാര് എല്ലാം ആത്മാവിലെല്ലാം വിഭജിച്ചു തരും വചനം കൊണ്ട്. വചനമാണ് ദൈവത്തിന്റെ മെസ്സേജ്, അല്ലാതെ ദർശനമൊന്നുമല്ല. ഈ വല്ലതും തോന്നിയൊക്കെ വിളിച്ചു പറയാനല്ല. കുതിരപ്പുറത്ത് ആനനെ കണ്ട് ആനയുടെ പുറത്ത് കൊക്കിരിക്കണുണ്ട് കണ്ടോ. ഇപ്പൊ മുഴുവൻ ചോദ്യമാണ് ദർശനം കണ്ടോ. ഒരാളും വഞ്ചിതരാകരുത്. ഇനി ദർശനക്കാരൻ അപ്പൊ ബന്ധിക്കണം നിങ്ങൾ യേശുവിന്റെ നാമത്തില്. കപട പ്രവാചകനാണ് എല്ലാം ഇറങ്ങിയിരിക്കുന്നത്. ജെറമ്യ 14:14 വന്നിരിക്കുന്നത്. അതാണ് തവളകൾ ഇഷ്ടം പോലെ എന്ന് പറയുന്നത്. ഇപ്പൊ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. ലോകം മുഴുവൻ അവന്റെ പിടിയിലായി തീർന്നിരിക്കുകയാണ്. 2 യോഹന്നാൻ 7 അനേകം വഞ്ചകർ ഇറങ്ങിയിട്ടുണ്ടെന്ന് ദർശനം പറയും. ദർശനം വരണമെങ്കിൽ ഹബക്കുക്ക് 2:2-4 വനത്തില് ദർശനം സമയം പാർത്തിരിക്കണം, കാത്തിരിക്കണം. കാത്തിരിക്കണം കണ്ടോ. തീർച്ചയായും വരും, പക്ഷെ താമസിക്കുകയില്ല. അതെങ്ങനെയാണ് വരുന്നത്? ഹൃദയ പരമാർത്ഥ വരുമ്പോഴാണ് ഔസ്യപ്പുണ്യാളിനെ പോലെ ആവുമ്പോ കണ്ടോ. അതിനാണ് വചനം കൊടുക്കേണ്ടത്. എല്ലാം വചനമായിരിക്കണം ദർശനം. സകലത മെസ്സേജ് എല്ലാം ദർശനം വചനമാണ്. അല്ല പിന്നെ എന്താണ്? എല്ലാം ദർശനം അതാണ്. പിന്നെ അല്ലെങ്കിൽ ദിവ്യ ദർശനത്തിലോട്ടായിരിക്കും. അതിപ്പോഴൊന്നുമല്ല. വലിയ പുണ്യാളത്തിയാകണം. ഈ പീക്രിയായിട്ട് നടക്കണം. നമുക്കൊക്കെ വലിയ പുണ്യാളത്തിന്റെ അവസ്ഥയിൽ വരാൻ പറ്റുമോ? കുറച്ച് 2 ധ്യാനം 10 ധ്യാനം കൂടിയാൽ മതി. അപ്പൊ നമ്മളെല്ലാം മാറിയാണ് അതിലോട്ട് ചാടും. ഒരിക്കൽ ഞാൻ പറഞ്ഞില്ല, ഒരു സഹോദരി 100ാമത്തെ ധ്യാനമാണ്. എനിക്ക് യേശുവിനെ കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ്? യഥാർത്ഥ മാനസാന്തരം നടന്നിട്ടില്ല. 2 കൊരിന്ത്യർ 7:9-11 വനം വായിച്ച് എന്താണ് യഥാർത്ഥ മാനസാന്തരം? നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലോട്ട്. ഒരു ബിസിനസ്സിൽ പാളിച്ച വന്നാല് മനസാന്തരമാണോ? അതൊന്നും അല്ല. ദൈവം തരണം മനസാന്തരം ഉണ്ടോ. അതാണ് ദൈവഹിത പ്രകാരം. ചിലപ്പോ നിങ്ങൾക്കൊരു അടിയടിച്ചിട്ടും പോകും ഏതെങ്കിലും. അതായിരിക്കും ഉൽപ്പത്തി 1:2 തരംഗം. ആ തരംഗം അടിച്ചാലും മതി, മനസാന്തരം കിട്ടും കണ്ടോ. അത് ദൈവത്തിന് ചില പ്രത്യേക വാത്സല്യം ഉണ്ടാവും ചിലരോട്. അവർക്കിട്ട് ഒരു തരംഗം വെച്ചു കൊടുത്തിട്ടും പോകും കണ്ടോ. പിന്നെ വേറെ ഒന്നും വേണ്ട, കർത്താവിന്റെ പുറകെ നടന്നോളൂ കണ്ടോ. ഏത് വഴിക്ക് നടക്കുന്നു കർത്താവ് കാണിച്ചു തന്നോളും. ഇനി കേൾക്കുക, വായിക്കുക. അത് വരുമ്പോഴാണ് ഈ പൊട്ടിക്കരയുന്നത്. മത്തായി 26:75 പത്രോസ് എങ്ങനെയാ കരയുന്നത്? ആ ഹൃദയം ഒന്നും അല്ല, കള്ളക്കരച്ചിലല്ല, വല്ല സാധനം കിട്ടാനായിട്ട് കരയണമെന്ന് പോലെ ഒന്നും അല്ല. ആണോ? കള്ളക്കരച്ചിലാണോ? അതാണ് ഹൃദയം ഒന്ന് പൊട്ടിക്കരഞ്ഞ. അത് ഹൃദയത്തിലാണ് പരിവർത്തനം. ഇത് ഹൃദയത്തിൽ വല്ലതും ഉണ്ടോ? ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ ഹൃദയത്തില്? എല്ലാം കപടന്മാരായിട്ട് മാറുകയാണ് നമ്മളെല്ലാം. ഹൃദയത്തിലാണ് കർത്താവ് വന്ന് വാസം ഉറപ്പിക്കുന്നത്. യേശയ്യ 57:15 എളിമയും അനുതാപമുള്ള ഹൃദയത്തിലാണ് കർത്താവ് വന്ന് വാസം ഉറപ്പിക്കുന്നത്. ഞാനെന്നും പറഞ്ഞ് എല്ലാം ഇരിക്കുകയാണ് കണ്ടോ. അതുകൊണ്ടാണ് ഈശോ വരാത്തത് കണ്ടോ. ഈശോ ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ ഭാവിച്ച് നടക്കുകയാണ്. ഈശോ ഇല്ലതാനും. ഈശോ ഇല്ലെങ്കിൽ ജീവനുണ്ടോ? 1 യോഹന്നാൻ 5:10-13 വനം വായില് ഈശോ ഇല്ലാത്ത അവസ്ഥയാണ്. ജീവനില്ല, വചനമില്ല. ഇതാണ് ആ സാക്ഷ്യം. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. പുത്രൻ ആരാണ്? ഈശോയെ സ്വന്തമാക്കിയവൻ
സ്വന്തമാക്കി. ആ ഈശോ ആരാണ്? വചനമാണോ? വെളിപാട് 19:11 ഈശോ വചനമാണ്. വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വന്നാലോ പാപം ചെയ്യുമോ? ഇല്ല. സങ്കീർത്തനം 119:11 അത് ഹൃദയത്തിൽ വരണം. അല്ലെങ്കിൽ അതരത്തിലുള്ള കളിയല്ല, അത് ഹൃദയത്തിൽ വരണം. മത്തായി 15:7-8 യെശയ്യാ 29:13 വായിക്ക്. അതരം കൊണ്ടുള്ള കളിക്കല്ല നമ്മൾ വിളിച്ചിരിക്കുന്നത്. കണ്ടോ? ഇവിടെ ഇപ്പൊ നല്ല ഭാഷ കേൾക്കണം, തമാശ കേൾക്കണം, ചിരിക്കണം, കൂത്തിയാടണം. ഹൃദയം തുറക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ വെളിപാടിലും 3:19-20 ആര് ഹൃദയം തുറക്കുന്നു അവനിൽ ഞാൻ വന്ന് വാസം ഉറപ്പിക്കും. യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും, അപ്പോൾ ഞാനും എൻ്റെ പിതാവും വന്ന് വാസം ഉറപ്പിക്കും. വാസം ഉറപ്പിച്ച പിന്നെ പോവോ? അപ്പൊ 1 യോഹന്നാൻ 2:14 വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന നിങ്ങൾ ശക്തരാണോ ഇല്ലയോ? ശക്തരാണ്. അപ്പൊ സായിബാബ വന്ന പേടിക്കുവോ? മനസ്സിലായ? അവനെ ബന്ധിക്കോ? അപ്പോ ബന്ധിക്കും. ആ ദൈവം അത്രയും ശക്തി നമുക്ക് തരും. കണ്ടോ? അപ്പൊ മനസ്സിലായ? ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതുകൊണ്ടോ? ലൂക്ക 1:37 ദൈവം ആത്മാവാണോ? അതെ. യോഹന്നാൻ 4:23-24 ദൈവം ആത്മാവാണ്. ദൈവത്തെ ആരാധിക്കേണ്ടത് സത്യത്തിലും ആത്മാവിലുമാണ്. ഈ ആത്മാവാണ് നമുക്ക് വരുന്നത്, ദൈവം തരുന്നത്. ജോയൽ പ്രവാചകൻ 2:28-29 വാക്യത്തില് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. അവസാന നാളുകളിൽ എല്ലാവരിലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുമെന്ന്. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ആ നാടുകളിൽ എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കും. രക്തവും അഗ്നിയും ധൂപപതനവും. കർത്താവിന്റെ മഹത്വം ഭയാനകമായ ദിനം ആഗതമാകുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഈ നാമത്തിന് ശക്തിയാണ്. ഇത് യെശയ്യാ പ്രവാചകൻ 61:1-4 വനമാണ്. കർത്താവ് ഈശോ വന്ന് ആദ്യം എടുത്ത് വായിക്കുന്ന പുസ്തകം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. കണ്ടോ? ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അത് ആരുടെ മേലുണ്ട്? അത് ആദ്യമാണ് യേശുവിന്റെ മേലുണ്ട്. ഇനിയിപ്പോ ആരുടെ മേലുണ്ട്? പറ. ഇത് നമ്മുടെ മേലിലാണുള്ളത്, അല്ല വല്ലവരുടെ മേലല്ല. ഈശ്വര വാഗ്ദാനമാണ്. കണ്ടോ? നിങ്ങളുടെ മേലിലുണ്ട്. അതാണ് എല്ലാവരുടെ മേലിലും ഉണ്ട്. കണ്ടോ? ഇനി പോയത് അതിനാണ്. പീഡിതരെ സദ്വാർത്ത. സദ്വാർത്ത എന്താണ്? സുവിശേഷം, ഈശോന്റെ വചനങ്ങൾ അറിയിക്കാൻ. പിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന അഭിഷിക്തരാണ് നമ്മൾ. കണ്ടോ? ഇതാണ് സങ്കീർത്തനം 105:15 ദിനവൃത്താന്തം 16:22 കണ്ടോ? അഭിഷിക്തനെ തൊട്ടുപോകരുതെന്നെല്ലാം പറയുന്നത്. നമ്മൾ അഭിഷിക്തരാണ്. പിന്നെ പോയത് ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിന്റെ കൃപാവിശ്രമവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. ആര്? നമ്മളെല്ലാം അയച്ചിരിക്കുകയാണ് ദൈവം. ഒന്നുകൂടി വായത് കേൾക്കട്ടെ. നിങ്ങൾ ആരാണെന്ന്. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും. ഇപ്പൊ നമ്മൾ തന്നെ ഹൃദയം തകർന്നിരിക്കാൻ. അപ്പൊ പിന്നെ എങ്ങനെ ആശ്വസിപ്പിക്കാൻ പോണം? കണ്ടോ? കൂനിക്കൊടി ഇരിക്കുകയാണ്. വടിയും കൊടുക്കണം എങ്ങോട്ടെങ്കിലും പോണെങ്കിൽ. അവിടെ പേടി, ഇവിടെ പേടി. എന്ത് പേടിയാണല്ലേ എങ്ങോട്ടെങ്കിലും പോയാൽ. എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? കണ്ടോ? ഭയം. ഭയം ഈശോന്റെ ആണോ? ഈശോയിൽ വന്ന വല്ല ഭയം ഉണ്ടാവുമോ? ആരെയാ ഭയപ്പെടേണ്ടത്? നമ്മൾ ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത്. കണ്ടോ? മനുഷ്യനല്ല, ദൈവത്തെയാണ് ഭയപ്പെട്ടത്. ആ ഭയം വരുന്നത് കൊണ്ട്, അതുകൊണ്ട് നമ്മൾ ധീരതന്മാരായിട്ട് പോണമെന്നാണ്. ഇനി വയത് തടവുകാർക്ക്. എന്തില്ല തടവില്? പാപത്തിൽ കിടക്കുന്ന തടവുകാര് എത്ര എണ്ണമാണ്. അതായത് ജയിലിൽ കിടക്കണ മാത്രമല്ല, പുതിയ പുതിയ മിനിസ്ട്രി കാണിക്കുകയാണ്. അവിടെ പോയി അതിനെ കൊടുക്കണം. പിന്നെന്താണ്? കണ്ടോ? ആകാശം എന്നും പറഞ്ഞ് നടക്കണം. ചുമ്മാ കുറച്ച് കഴിയുമ്പോ പരിഹാസപാത്രമായി പോവും. 2 ദിനവൃത്താന്തം 7
17 തൊട്ട് 20 പതിനാം. ഇപ്പൊ ഗോവയിലൊക്കെ ചെല്ലുമ്പോൾ കാണാം അനേക പള്ളികളെല്ലാം വെറുതെ ഒഴിഞ്ഞു കിടക്കണം. കണ്ടോ? പല സ്ഥലത്ത് ചെല്ലുമ്പോൾ എല്ലാം അവർ കണ്ട കോടാലി വെക്കും. സകല സാത്താൻ അവസാനിപ്പിക്കാൻ ഓടി നടക്കും. അവന്റെ പ്രവർത്തനം എന്താണ്? ഏറ്റവും വലിയ ഡെഫിനിഷൻ എന്താണ് അറിയാമോ ബൈബിളില്? അപ്പോസ്തല പ്രവർത്തനം 13:10 അതെല്ലാവരും കാണപ്പെടാൻ പഠിച്ചിരിക്കണം. സാത്താന്റെ സന്താനമേ, സാത്താന്റെ സന്താനമേ, അവന്റെ പ്രവർത്തനമാണ്. കണ്ടോ? സകല നീതിക്കും എതിരായ അവ സകല നീതിക്ക് എതിരാണോ? സകല അവൻ പറയും അമ്മയെ ബഹുമാനിക്കണ്ട, അമ്മക്കിട്ട് രണ്ടു കൊടുക്കാൻ. കണ്ടോ? അപ്പനെ ബഹുമാനിക്കണ്ട. അവൻ പറഞ്ഞു തരും എല്ലാവരും. നിങ്ങളോടെല്ലാം പറയും ഇവൻ സകല നീതിക്കെതിരാണ്. ഈ ലോകത്തിന്റെ സകല നീതിക്കും അവൻ എന്താ? ദുഷ്ടതയും വാഞ്ചനയും നിറഞ്ഞവനെ. ദൈവത്തിന്റെ സകല നേർവഴികളും അവൻ ദുഷിപ്പിക്കും. അത് അവനിൽ കൂടി തന്നെയാ വരുന്നത്. ഭയങ്കരമാണ്. കണ്ടോ?